ചൊല്ലുന്നു. ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. എനിക്ക് ഇത് പറയാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തപ്പോൾ ഞാനങ്ങ് കയറിയത്. ഞാൻ നമ്മുടെ ഇമ്മാനുവൽ പ്രെയർ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ലീഡർ പോലും അല്ല. തുടക്കത്തിൽ എന്നെ കൊണ്ട് 2 ദിവസം ഇവർ റാഗ് ചെയ്യുന്ന പോലൊക്കെ പ്രാർത്ഥിപ്പിച്ചു ഇമ്മാനുവൽ പ്രെയർ ഗ്രൂപ്പ് തുടങ്ങിയപ്പം. അപ്പം ഞാൻ നോക്കിയപ്പം രമണിയുടെയും രാജമ്മയുടെയും ബിസിയുടെയും ഒക്കെ പ്രാർത്ഥന, ബീനയുടെ ഒക്കെ പ്രാർത്ഥന കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഗ്രൂപ്പ് ലീഡർ ആകാനൊന്നും ഇല്ല, നിങ്ങളൊക്കെ ഗ്രൂപ്പ് ലീഡർ ആയിക്കോ. പിന്നെ എനിക്ക് അതിന് തക്ക ഒരു സാഹചര്യവും സമയമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഗ്രൂപ്പ് ലീഡർ ഒന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന ഒരാളായിട്ടിരുന്നുള്ളൂ, നിങ്ങൾ എല്ലാവർക്കും വിളമ്പി കൊടുക്കുക എന്നൊക്കെ ഞാനിങ്ങനെ തമാശന് പറയുമായിരുന്നു. പിന്നെ ഇപ്പം ഈ ഒരു സമയത്ത് വലിയ ഇതൊന്നും ഇല്ലാതെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലോട്ട് ആദ്യമായിട്ട് കടന്നു വരുവാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ പറയുവാണ്. എൻ്റെ പേര് ജോസി. ഞാൻ റാന്നി കോയിക്കല കുടുംബാംഗമാണ്. എന്നെ കല്യാണം കഴിപ്പിച്ചത് റാന്നി പട്ടണമടത്തിൽ, ഞങ്ങൾ കല്ലിശ്ശേരിയിലാണ്. എൻ്റെ ഹസ്ബൻഡ് ജോമോന്, എനിക്ക് 2 ആൺമക്കള്, കുറിയാക്കോസ്, ജോസ്. കുറിയാക്കോസിൻ്റെ വൈഫ് റേച്ചല്, ഒരു മോള് തീയ. ജോസ് PG അച്ചൂറിൽ സയൻസ് സ്കോട്ട്ലൻഡിൽ ചെയ്യുന്നു. അതാണ് ഞങ്ങളുടെ കുടുംബം. ഇനി ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ യൗവനകാലത്ത് എനിക്ക് സൃഷ്ടാവിനെ അറിയുവാൻ ദൈവം വലിയൊരു എന്നെ വിളിച്ച് വേർതിരിച്ചു. 21ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഞങ്ങളുടെ അടുത്തൊരു അമ്മമ്മയുണ്ടായിരുന്നു. അമ്മമ്മയുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പം ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ അമ്മമ്മ പറയും, ജോസി ഇന്ന് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം, എന്നിട്ട് എന്നും ഇത് ഓർക്കണം, എന്നോടൊരു ഡേറ്റും ഇതൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ അത്ര സീരിയസ് അല്ല, കാരണം ഞാനത് അത്ര ഇതായിട്ടൊന്നും എടുത്തില്ല. എന്നിട്ട് ഞാൻ എണ്ണീറ്റ് നിന്ന് ദൈവത്തിന് ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അങ്ങനെ എൻ്റെ യൗവനകാലത്ത് എൻ്റെ ദൈവത്തെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഞാൻ ഇന്ന് പുറകോട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം കഴിഞ്ഞ മാസം എനിക്ക് 58 വയസ്സ്. ഞാൻ 59 വയസ്സിലേക്ക് കടക്കുന്ന സമയം. അത് വേണമെങ്കിൽ നമുക്ക് വാർദ്ധക്യകാലം എന്ന് തുടങ്ങിയെന്ന് പറയാം, അല്ലെ? യൗവനകാലത്ത് ദൈവത്തെ അറിഞ്ഞ് വാർദ്ധക്യകാലത്ത് എനിക്ക് ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ഇന്നൊരു ഗ്രൂപ്പ് തുടങ്ങി ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ നിങ്ങളുടെ മുന്നിൽ നിർത്തിയതിനായിട്ട് ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ എന്താ പറയണ്ടേ, ഞാൻ 21ാമത്തെ വയസ്സിൽ ഒരു പ്രാരംഭ ധ്യാനം, അന്ന് കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ തുടങ്ങുന്ന സമയമാണ്. അപ്പം ഞാനൊരു ഞങ്ങൾ കാത്തലിക്സ് ഒക്കെ ഉള്ള സ്ഥലത്താണ്. ഞാൻ റാന്നി കാര്യമാണെങ്കിലും വെച്ചുച്ചിറ എന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ വളർന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഒത്തിരി കാത്തലിക്സ് ഒക്കെ ഉള്ളതാണ്, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രാരംഭ ധ്യാനം, ഒരു വളർച്ചാ ധ്യാനം ആ നാളുകളിൽ തന്നെ കൂടാനായിട്ട് എനിക്ക് ദൈവം ഇടവരുത്തി. അങ്ങനെ എനിക്ക് തോന്നുന്നു ദൈവം എന്നെ നോക്കി വെച്ചിരുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അങ്ങനെ ധ്യാനമൊക്കെ കൂടി. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഡൽഹിയിലേക്ക് വരുന്നു. എനിക്ക് നല്ല ദൈവമുള്ളൊരു ആളെയാണ് എൻ്റെ ഭർത്താവായിട്ട് ദൈവം തന്നത്. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഡൽഹി വരുമ്പം എനിക്ക് ഹിന്ദി അറിയാൻ മേല, എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല. TV കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഗവൺമെൻറ് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. TV കാണാമെന്ന് വെച്ചാൽ TV ഹിന്ദിയാണ്, ദൂരദർശൻ മാത്രമേ ഉള്ളൂ അന്നത്തെ സമയത്ത്. അപ്പം TV കണ്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെ പത്രം വായിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളമാണ്, അല്ല ഇംഗ്ലീഷാണ് പത്രം, ഇംഗ്ലീഷിലായിരുന്നു. അന്നും മലയാളം പത്രം ഇല്ല, ഒരു 33 years ബിഫോർ നടന്ന സംഭവം. അപ്പം ഞാൻ നോക്കിയിട്ട് വേറെ ടൈം പാസ് ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പം എൻ്റെ ഭർത്താവ് ഒരു അന്ന് മധുബായിലൊക്കെ കയറുന്ന ആളൊക്കെ ആയിരുന്നേ. അപ്പം വീട്ടിൽ ഒത്തിരി സ്പിരിച്വൽ ബുക്സ് ഒക്കെ ഉണ്ട്. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഭർത്താവ് ഒരു ബൈബിളൊക്കെ മൊത്തം വായിച്ചൊക്കെ തീർന്ന ഒരു 30 വയസ്സായപ്പോഴത്തേക്ക് ബൈബിളൊക്കെ വായിച്ച് തീർന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഒത്തിരി സ്പിരിച്വൽ ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പം സമയം വീട്ടിലെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ ഞാൻ ഈ ബുക്കുകളൊക്കെ, ഞാനൊരു വായനയുള്ള ഒരാളായിരുന്നു. അപ്പം ഞാൻ ഈ ബുക്കുകളൊക്കെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ PP ജോബിൻ്റെ പുസ്തകം, നമ്മുടെ ജീസസ് കോൾസ് ദിനകരൻ്റെ പുസ്തകം, പിന്നെ PG വർഗീസ് എന്ന് പറയുന്ന ഒരു അങ്കിളിൻ്റെ, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ PG വർഗീസ് അങ്കിളിൻ്റെ ഒരു പുസ്തകം, കുറേ പുസ്തകങ്ങളൊക്കെ. സമയം കിട്ടുമ്പോൾ ഒത്തിരി വേറെ മാഗസിൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിതൊക്കെ വായിച്ച് തീർക്കും. പിന്നെ എനിക്ക് ഇടയ്ക്ക് നോവലുകളൊക്കെ കൊണ്ടുത്തരും, മലയാളം നോവൽസ് ഒക്കെ കൊണ്ടുത്തരും. എനിക്കൊരു ഇച്ചിരി വായന ഉണ്ടായിരുന്ന കാരണം അതൊക്കെ ഇങ്ങനെ വായിച്ച് ഞാനിങ്ങനെ ഈ സ്പിരിച്വൽ പുസ്തകമൊക്കെ വായിച്ച് ഭയങ്കര ഇൻസ്പയർ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ 2 വർഷം കഴിയുന്നു, എനിക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് 1 വയസ്സായി, 2 വയസ്സായി, 3 വയസ്സാകുമ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ കുഞ്ഞ് 2 വയസ്സ് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നില്ല, 3 വയസ്സായപ്പം നോക്കുമ്പോൾ സംസാരിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ഡോക്ടറെ അടുത്തോട്ട്
പോയി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവനൊരു ഹിയറിംഗ് എംപെയർഡ് എന്ന് പറഞ്ഞാൽ അവന് കുറച്ച് കേൾക്കാം കുറച്ച് കേൾക്കത്തില്ല, പാർഷ്യലി ഹിയറിംഗ് എംപെയർഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവന് ഹിയറിംഗ് എയ്ഡ് വെക്കണം. ഞാൻ പറയുന്നത് എൻ്റെ മൂത്ത മകൻ കുറിയാക്കോസിൻ്റെ കാര്യമാണ്. ഹിയറിംഗ് എയ്ഡ് വെക്കണം, ഒരു ലോങ് പ്രോസസ്സാണ്, സ്പീച്ച് തെറാപ്പി ഒക്കെ കൊടുക്കണം. അപ്പം നമ്മൾ ജനിക്കുന്ന ഒരു കൊച്ച് 1-ാമത്തെ വയസ്സിൽ ജനിക്കുമ്പോൾ തൊട്ട് കേൾക്കാൻ തുടങ്ങുന്ന ഒരു കുഞ്ഞ്, എഴുവില്ലാത്ത കുഞ്ഞുങ്ങൾ ഒട്ടും കേൾക്കത്തില്ല. അപ്പം 3 വയസ്സ് കഴിയുമ്പോഴേ ഇവന് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് ആണ് പിന്നെ കേൾക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഹിയറിംഗ് എയ്ഡ് മേടിച്ചു വെച്ചു. ഡോക്ടർ പറഞ്ഞു നിശ്ചയമായിട്ട് ആ സമയത്ത് വളരെ സങ്കടപ്പെട്ട നാളുകളായിരുന്നു. എൻ്റെ ജീവിതം വേറൊരു ഘട്ടത്തിലേക്ക് മാറുവാണ് ഇങ്ങനെ ഹിയറിംഗ് പ്രോബ്ലം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം. ആ ഒരു കുഞ്ഞിനെ വളർത്തിയിരിക്കുന്ന ഒരു ടിപ്പിക്കൽ ഹൗസ് വൈഫ് എന്ന നിലയിൽ നിന്നും വേറൊരു ഉത്തരവാദിത്തത്തിലേക്ക് മാറുകയാണ്. അപ്പം അതറിഞ്ഞു. അങ്ങനെ ഹിയറിംഗ് എയ്ഡ് ഒക്കെ വെച്ചു. ഞങ്ങൾ സ്പീച്ച് തെറാപ്പിക്ക് രാവിലെ പോകും, ഉച്ച കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് പോകും. എങ്ങനെയെങ്കിലും ഇവനെ വർത്താനം പറയിപ്പിക്കണമെന്നുള്ളൊരു ചിന്തയായി എനിക്ക്. അപ്പം ഡോക്ടർ പറഞ്ഞു 5 വയസ്സാകുമ്പോഴത്തേക്ക് ബ്രെയിനിൻ്റെ വളർച്ച നിൽക്കും, ചിപ്പൊക്കെ അടയാൻ തുടങ്ങും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാക്സിമം നമ്മുടെ വൊക്കാബുലറി കൊടുക്കണം, അവൻ്റെ സ്പീച്ചുകൾ കൂട്ടണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കെപ്പോഴും ഇതാണ്. അപ്പം ഞങ്ങൾ കാലിഫോർണിയൻ ഒരു പേരൻസിന് വേണ്ടി ഒരു കോഴ്സൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒക്കെ ചെയ്തു. അങ്ങനെ ഇവനെ ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കുക. അപ്പം അങ്ങനെ ആ സമയത്ത് ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ കോട്ടയിൽ പോയി വീണ്ടും ഒരു ധ്യാനം കൂടുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് കോട്ടയ്ക്ക് ധ്യാനത്തിന് പോകുന്നത്. ഈ ധ്യാനത്തിനൊക്കെ പോയി കഴിയുമ്പോൾ അന്ന് ഒത്തിരി സൗഖ്യങ്ങളൊക്കെ കിട്ടുന്ന കാലമാണ്. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ നോക്കും ഇവന് ഹീലിംഗ് കിട്ടുന്നുണ്ടോ, തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ അച്ഛന്മാരും കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു, ഹീലിംഗ് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുക. കോട്ടയ ധ്യാനമൊക്കെ കഴിഞ്ഞ് വന്നു, അവനെ ഹീലിംഗ് കിട്ടിയില്ല. അപ്പം അങ്ങനെ അവന് 5 വയസ്സായി. അങ്ങനെ പതുക്കെ ചെറുതായിട്ട് 5 വയസ്സായപ്പോൾ അവൻ അമ്മ അപ്പയെന്നുള്ള വിളിക്കാൻ തുടങ്ങി. അതിനുശേഷം 6 വയസ്സായപ്പോൾ സ്കൂളിൽ ചേർക്കുന്ന സമയം വന്നപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ചെല്ലുന്നു. സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ ചെയ്യുന്നപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരച്ഛനായിരുന്നു ഇൻ്റർവ്യൂ, ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ്. അപ്പം എനിക്ക് നല്ലൊരു സ്കൂളിൽ ചേർക്കണമെന്ന് വലിയ ഒരാഗ്രഹം. അങ്ങനെ ഞങ്ങളെ സ്കൂളിൽ വിളിപ്പിച്ചപ്പം പറഞ്ഞു കൊച്ച് സംസാരിക്കത്തില്ല, കൊച്ച് എഴുതത്തില്ല, കൊച്ച് വായിക്കത്തില്ല. അപ്പം ഞങ്ങളെങ്ങനെ നിങ്ങളുടെ കൊച്ചിന് അഡ്മിഷൻ തരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഒന്ന് കരഞ്ഞ്, ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അച്ഛാ ഈ ഒരു വർഷത്തേക്ക് അഡ്മിഷൻ എന്താ, കൊച്ച് നിങ്ങളുടെ സ്കൂളിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വളർന്നില്ലെങ്കിൽ ഞാൻ അടുത്ത വർഷം തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കരച്ചിലൊക്കെ കണ്ടപ്പം അച്ഛന് അഡ്മിഷൻ കൊടുത്തു. കൊച്ചിന് സ്കൂളിൽ അങ്ങനെ അഡ്മിഷൻ കൊടുത്തു. ഞാൻ പറഞ്ഞില്ല അവൻ വായിക്കത്തില്ല, എഴുതത്തില്ല, ഒന്നും അറിയത്തില്ല, അമ്മ ഏതാ അപ്പേതാലും. ആ സമയത്ത് അങ്ങനെ 6-ാമത്തെ വയസ്സിൽ അവന് ഡൽഹിയിലെ ഒരുമാതിരി ഒരു കോൺവെന്റ് സ്കൂളിൽ, നല്ലൊരു സ്കൂളിൽ അവന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് അവൻ സ്കൂളിൽ പോയി. പതുക്കെ അവൻ പിക്കായി. ഏതായാലും അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പഠിച്ചു. അവനെ ഇതൊന്നും ചെയ്തില്ല, എടുത്തില്ല, അവിടെ തന്നെ പഠിച്ചു. അങ്ങനെ അവന് 7 വയസ്സായപ്പോൾ ഞാൻ 2ാമത് വീണ്ടും പ്രഗ്നൻ്റ് ആകുന്നു. അങ്ങനെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞു. കുഴപ്പമൊന്നും ഇല്ലാതെ പോയി. 5 മാസമായപ്പം എനിക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, ഏതോ ഒരു ടെസ്റ്റ് എനിക്ക് ഓർക്കുന്നില്ല. ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞാണ് വയറ്റിൽ കിടക്കുന്നത്, നിങ്ങൾ വേണോ വേണ്ടായോ എന്നൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞു എന്നോട്. ഞങ്ങളിങ്ങനെ ഷോക്ക് എടുത്ത് നിൽക്കുക. ഒന്നാമത് മൂത്ത മോൻ്റെ പ്രശ്നം കഴിഞ്ഞ് 2ാമത്തെ മോൻ്റെ പ്രശ്നം കഴിയുമ്പോൾ ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കൊച്ചെന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങളിങ്ങനെ ഷോക്ക് അടിച്ചിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ ആ സമയത്ത് നമ്മുടെ സുജി ചേച്ചി ഗ്രൂപ്പിലുള്ള കോവിഡ് സുജി ചേച്ചിയോടൊക്കെ ഇങ്ങനെ പറഞ്ഞു, ജെബിനെ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു നീയും പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുക്കാന്നുള്ളൊരു ഇതിൽ പോയി. ഞങ്ങൾ അവസാനം ഓർത്തു ഇനി 2ാമത്തെ കുഞ്ഞിന് ഇനി എന്തെങ്കിലും പ്രോബ്ലം ആണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ പോരട്ടെ, ഏതായാലും ടെർമിനേറ്റ് എന്ന് വെച്ചാൽ 5 മാസമായി പിന്നെ അത് ടെർമിനേറ്റ് ചെയ്യണമെന്നാണ്, പിന്നെ അബോർഷൻ അല്ല. അപ്പം ഞങ്ങൾ ഓർത്തു ഏതായാലും ടെർമിനേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ആയിക്കോട്ടെന്നും പറഞ്ഞ് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥിച്ചിങ്ങനെ പോവാ. പക്ഷേ ഈ സംഭവത്തോടുകൂടി എനിക്ക് ഭയങ്കര ഹൈ BP ആയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവും, BP കൂടിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവും. ഇപ്പം ഡോക്ടർ പറയും കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ അല്ലാത്ത പ്രോബ്ലം കൂടെ വരും. അങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ പോകും വരും, ഹസ്ബൻഡിന് ജോലിക്ക് പോകണം, മൂത്ത മോനെ സ്കൂളിൽ വിടണം, അങ്ങനത്തെ ഓരോ ഇഷ്യൂസൊക്കെ ആയി. ഏതായാലും 9 വയസ്സ് വരെ ഉന്തി പിടിച്ചു. 9 വയസ്സിൽ എമർജൻസി ഞാനിപ്പോഴും ഓർക്കും, ഡൽഹിയിലെ ഗംഗാറാം ഹോസ്പിറ്റലിൽ ഞാൻ കിടന്ന ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വേറൊരു ഹോസ്പിറ്റലിലൂടെ ആംബുലൻസിലൊക്കെ കൊണ്ടുപോയത്. അന്ന് നമ്മുടെ സുജി ചേച്ചിയും ജെബിനും ഒക്കെ ഹോസ്പിറ്റലിലോട്ട് ഓടി വരുമോ, എമർജൻസി അല്ലേ. അങ്ങനെ
ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഡോക്ടർ ചോദിച്ചു, ആണിനെ വേണോ പെണ്ണിനെ വേണോ എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ എനിക്ക് ആണിനെയും പെണ്ണിനെയും വേണ്ട, എനിക്കൊരു നോർമൽ കൊച്ചിനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കൊച്ചിനെ പൊക്കി കാണിച്ചപ്പോൾ ഞാൻ മുഖത്തോട്ട് നോക്കുക, ഡൗൺ സിൻഡ്രോം ഉള്ള കൊച്ചാണോ എന്നാണ് ഞാൻ നോക്കുന്നത്, വേറൊന്നും അല്ല ഞാൻ നോക്കുന്നത്. അപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമോ ഞാൻ. അങ്ങനെ ഡോക്ടർ ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നോർമൽ കൊച്ചാണെന്ന് ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം പിന്നെ അങ്ങനെ എൻ്റെ രണ്ടാമത്തെ മോന് ഒരു ജീവിതത്തില് ഒരു 4 മാസം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചത് അവൻ്റെ ആയുഷ്കാലം ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ മോന് കുഴപ്പമില്ലാതെ വന്നു. അങ്ങനെ ആ നാളുകളില് പിന്നെ ജീവിതം പിന്നെ ഇങ്ങനെ പോയി. മൂത്ത സ്കൂളിൽ ഇവന് 7 വയസ്സ് ആയി. അങ്ങനെ ഞങ്ങൾ വന്നപ്പം ചെറിയ രീതിയിൽ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത വേറൊരു കാലഘട്ടത്തിലേക്ക് പോവാണ്. ഞാൻ എൻ്റെ ചെറിയ രീതി ബിസിനസ്സൊക്കെ തുടങ്ങി. അന്ന് എനിക്ക് 2000 രൂപ എനിക്ക് ലാഭം കിട്ടി. ഇപ്പം ഞാൻ 200 രൂപ കൊടുത്ത് ഞാൻ ഒരാളെ സ്പോൺസർ ചെയ്തു. ഒരു കൊച്ചിനെ പഠിപ്പിക്കാനായിട്ട് ഞാൻ സ്പോൺസർ ചെയ്ത് 200 കൊടുത്തു. അപ്പം ഞാൻ ഓർക്കും, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അല്പത്തി വിശ്വസ്തരായവരെ അധികത്തി വിശ്വസ്തരാക്കുന്നു. സത്യം പറഞ്ഞാൽ വിധവയുടെ ചില്ലിക്കാശ് പോലായിരുന്നു അന്നത്തെ എൻ്റെ 200 രൂപ. പിന്നെ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഗവൺമെന്റ് ഓഫീസറുടെ ജോലി കൊണ്ട് 2 മക്കളെ വളർത്തിയെടുത്ത് പഠിപ്പിക്കാവുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു ആ സമയത്ത്. എൻ്റെ ഹസ്ബൻഡ് കസ്റ്റംസിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പം അവിടെ ഇഷ്ടംപോലെ കൈക്കൂലിയൊക്കെ കിട്ടുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു 10,000-15,000 രൂപ മേടിക്കൊന്നും വേണ്ട, അത് മറ്റുള്ളവർ കൊണ്ടുതരും. ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നവർ കൈ കൊണ്ടുതരും, അല്ലെ വേണേൽ വീട്ടിൽ കൊണ്ടുതരും. അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പറഞ്ഞു, നമുക്ക് കൈക്കൂലി ഒന്നും മേടിക്കണ്ട, കൈക്കൂലിയൊന്നും ഇല്ലാതെ നമുക്ക് ദൈവം തരുന്ന പോലൊക്കെ കാര്യങ്ങൾ പോട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കൈക്കൂലി എന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങളങ്ങ് വേണ്ടെന്നങ്ങ് തീരുമാനിച്ചു. അപ്പം ആ സമയത്തൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഒരുമിച്ച്, നിങ്ങളുടെ വീട് കണ്ട ഒരു കസ്റ്റംസ് ഓഫീസറുടെ വീടിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയും. നമ്മളിങ്ങനെ ഒത്തിരി സ്വർണ്ണമൊന്നും ഇടത്തുമില്ലല്ലോ, ഇവിടുത്താരൊക്കെ കസ്റ്റംസുകാരുടെ ഒക്കെ വീട്ടിൽ ചെന്നാൽ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് സ്കൂട്ടറിലൊക്കെ ഓഫീസിൽ പോകുന്നത്. അപ്പം എല്ലാവരും കാറിലൊക്കെ പോകുമ്പോൾ ഈ പുള്ളിക്കാരൻ സ്കൂട്ടറിലൊക്കെ. അപ്പോൾ ഈ ഓഫീസിലെ പിയൂൺ പറയും, സാറ് ഈ സ്കൂട്ടർ കളഞ്ഞിട്ട് ഒരു കാറൊക്കെ താ, സ്കൂട്ടർ എനിക്ക് താ സാറേ എന്നൊക്കെ തമാശന് പറയും. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു പൈസ ഒന്നും വേണ്ടെന്ന് വെച്ചു ബിസിനസ് തുടങ്ങി. ചെറിയ രീതിയിൽ തുടങ്ങുന്നു. അവിടുന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. തുടങ്ങി പിന്നെ ഞങ്ങളൊരു അപ്പം ഞങ്ങൾ ഗവൺമെൻറ് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ വീടിൻ്റെ അടുന്നൊരു 4 കിലോമീറ്റർ അകലെ ഒരിടത്തൊരു ഫ്ലാറ്റ് എടുത്തിട്ട് ഞങ്ങളുടെ ബിസിനസ് അങ്ങോട്ട് മാറ്റി. നാട്ടിലുള്ളവരൊക്കെ പതുക്കെ കടക്കാരെയൊക്കെ അപ്രോച്ച് ചെയ്തപ്പം അവരൊക്കെ തുണിയൊക്കെ ഇങ്ങനെ മേടിക്കുന്ന, ഞാൻ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് പച്ചവെള്ളത്തെ തൊട്ട വീഞ്ഞാക്കി, പച്ചവെള്ളത്തെ തൊട്ടപ്പം വീഞ്ഞാക്കി പച്ചവെള്ളത്തിന് നിറവും മണവും ഗുണം വന്നു പറഞ്ഞ പോലെ എന്നെ കർത്താവ് ഒന്ന് തൊട്ടു എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ റാന്നി സെന്റ് തോമസ് കോളേജിൽ നിന്ന് എക്കണോമിക്സ് പാസ്സായി എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. ചെറിയ രീതിയിൽ തയ്യലൊക്കെ അറിയായിരുന്നു. പിന്നെ ഈ തുണിയുടെ ബിസിനസ് പറഞ്ഞാൽ എനിക്കൊരു പാഷനായിരുന്നു, നല്ലൊരു പാഷനായിരുന്നു. അപ്പോൾ അത് മാത്രമുണ്ട്. പിന്നെ ദൈവം എന്നെ തൊട്ടു, അങ്ങനെ ഞാൻ തൊട്ടു. അങ്ങനെ ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ ഞാനിത് ചെയ്യുമ്പോൾ എല്ലാവർക്കും എൻ്റെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഞാനൊരു അഡ്വർടൈസ്മെന്റ് ഇന്ന് ഈ സമയം വരെ ഞാൻ ഒരു അഡ്വർടൈസ്മെന്റും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഒരാളോടും ഞാൻ എൻ്റെ തുണി എല്ലാവരും ഇങ്ങോട്ട് ചോദിച്ച് എപ്പോഴും പ്രഷറൈസ് ചെയ്ത് ഇങ്ങോട്ട് തരണമെന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്നത്തെ ദിവസവും അത് തന്നെയാണ് നടന്നത്. അങ്ങനെ ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങുന്നു. അങ്ങനെ ബിസിനസ് ഫ്ലറിഷ് ആകുന്നു. ഒത്തിരി ഈ ബിസിനസ് ചെയ്ത വഴിക്ക് ഒത്തിരി പാവങ്ങളെ സഹായിക്കാനും ഒത്തിരി പേർക്ക് ജോലി കൊടുക്കാനും ഒക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാധനങ്ങൾ കൊടുക്കാൻ പറ്റി. ബൈബിൾ ഒരു എബ്ബേസിന്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പം ഈ PG വർഗീസിന്റെ പുസ്തകം വായിച്ച് ഞാൻ ഒത്തിരി ഇൻസ്പയർ ആയിരുന്നു. അപ്പം ആ പുസ്തകത്തിൽ ഒരു എബ്ബേസിന്റെ കഥയുണ്ടായിരുന്നു. എൻ്റെ അതിരുകളെ വിശാലമാക്കണം, എന്നെ അനുഗ്രഹിക്കണം. അപ്പം കാപ്പിയൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കും. എൻ്റെ ഓഫീസിലെ ബാത്റൂമിൻ്റെ ഡോറെ ഞാനത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ ഞാൻ അതിലൊന്ന് നോക്കി പ്രാർത്ഥിച്ചിട്ട് പറയും, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം, എൻ്റെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണം, എൻ്റെ അതിരുകളെ വിശാലമാക്കണം. അത് അങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ. അപ്പോൾ അതെല്ലാം നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ബിസിനസ് ചെയ്തുകൊണ്ടായിരിക്കാം എൻ്റെ അതിരുകളെ ദൈവം വിശാലമാക്കി തന്നു. ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ആ സമയത്ത് നമ്മുടെ A.K. ആന്റണി മന്ത്രിയായിരുന്ന സമയത്ത് A.K. ആന്റണിയുടെ ഭാര്യയൊക്കെ ഞങ്ങളുടെ കടയിൽ വരും. പുറത്ത് സെക്യൂരിറ്റിക്കാരെ പുറത്ത് അകത്ത് ഒരു തൂക്കം പിടിച്ച് ഞങ്ങളുടെ കടയിൽ വന്നിട്ട് ഇവരൊക്കെ ഇരിക്കും, പോലീസുകാരിരിക്കും. അവർക്ക് വലിയ ഇഷ്ടമാണ് ഞങ്ങളുടെ കടയിൽ വന്നിരിക്കുന്ന
കാര്യങ്ങളൊക്കെ കാണാൻ വലിയ ഇഷ്ടം. അങ്ങനെ അവര് എനിക്ക് ഒരു അവാർഡൊക്കെ തന്നിട്ടുണ്ട്. അവര് ബെസ്റ്റ് വുമൺ എന്റർപ്രണർ എന്ന് പറഞ്ഞൊരു അവാർഡൊക്കെ കാനനിയുടെ എലിസബത്ത് ആന്റണി തന്നിട്ടുണ്ട്. അങ്ങനെ ഇവര് വന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ദോശയൊക്കെ ചൂട്ട് കടയിലിരുന്ന് കഴിക്കുമായിരുന്നു, അത്രയ്ക്കും ഇതായിരുന്നു. അങ്ങനെ പുള്ളിക്കാരത്ത് റെഗുലറായിട്ട് വരും. അതുപോലെ ഈ നമ്മുടെ ഡോക്ടർ ബാബു പോളിന്റെ അനിയൻ റോയി പോൾ IAS ഭാര്യ അമ്മുക്കൊച്ചമ്മ എന്നെ ഒത്തിരി സ്പിരിച്വലിയും എന്നെ ഒരു മെന്ററായിട്ട് എൻ്റെ കൂടെ തന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പം അമ്മുക്കൊച്ചമ്മ ഒത്തിരി IASകാരുടെ വൈഫും ഭാര്യയും ഞങ്ങളുടെ കടയിലൊക്കെ വരും. അങ്ങനെ അമ്മുക്കൊച്ചമ്മ എന്നോട് പറയും, ജോസിയുടെ ബിസിനസ് ഒക്കെ വലുതാകും, ജോസി വലിയൊരാളാകും. അപ്പം ദൈവം ജോസിക്ക് തരുന്നതൊക്കെ മറ്റുള്ളവർക്കൊന്ന് കൂട്ടിയ ജോസ് കുടുംബത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് കൂടെ വലുതാകുമ്പോൾ സഹായിക്കണമെന്നൊക്കെ അമ്മുക്കൊച്ചമ്മ എന്നോട് പറയും. അങ്ങനെ ഇരിക്കുമ്പം ഈ മലയാള മനോരമയിലെ ഇപ്പോഴത്തെ എഡിറ്റർ മാമൻ മാത്യുവിന്റെ വൈഫ് പ്രേമക്കൊച്ചമ്മയുടെ മരുമോളാണ് ഈ അമ്മുക്കൊച്ചമ്മയുടെ വൈഫ്, അമ്മുക്കൊച്ചമ്മയുടെ മോള്. ഇവര് വരും. അങ്ങനെ എൻ്റെ ഫ്രീ ആയിട്ട് ഇട്ടിട്ട് അന്ന് 2.5 ലക്ഷം രൂപ വനിതയുടെ ഒരു 4 പേജിൽ ഇന്നും എനിക്കിന്ന് നോക്കുന്നത് 5 ലക്ഷം ഒക്കെ ആയെന്ന് തോന്നുന്നു. അഡ്വർടൈസ്മെന്റ് കൊടുക്കണമല്ലോ, എനിക്ക് ഫ്രീ ആയിട്ട് അവർ അഡ്വർടൈസ്മെന്റ് ഇട്ടു തന്നു. അങ്ങനെ കേരളത്തിൽ മുഴുവൻ എൻ്റെ സാരി ആ സമയത്ത് അങ്ങ് പോപ്പുലറായി. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർക്ക് കൂടി എന്നെ മലയാള മനോരമക്കാരൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒരു കഴിവും ഇല്ല, ഒന്നുമില്ലാത്ത ദൈവം അത് കഴിഞ്ഞ് ഞാൻ വനിതയ്ക്കകത്ത് വന്ന് ഞാൻ പ്രേമക്കൊച്ചമ്മയെ വിളിച്ചപ്പം പറഞ്ഞു, ഞാൻ താങ്ക്സ് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ജോസിയെ സഹായിക്കാനായിട്ട് ദൈവം വിട്ടിയ ഒരു ദൂതനാണ്, ഒരു മാലാഖയായിട്ടോ ദൂതനായിട്ടൊക്കെ എന്നെ കരുതിയാൽ മതി, അതിനെ അപ്പുറത്തോട്ട് താങ്ക്സ് ഒന്നും പറയണ്ടെന്ന് അന്ന് എന്നോട് പറഞ്ഞു. ഇന്ന് ഞാൻ ഓർക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെ മാലാഖമാരും ദൂതന്മാരും ഒക്കെ കടന്നു വരും. നമ്മൾ അവരെ മനസ്സിലാക്കുന്നില്ല, ചിറക് വെച്ചൊന്നും അല്ല വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ മാലാഖമാര് നമ്മുടെ വരും. എൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു വേലക്കാരിയുണ്ട്. അവൾ എൻ്റെ കൂട്ടത്തിൽ 20 വർഷമായിട്ട് എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവളും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാലാഖയാണ്. അത് പണക്കാരോ പാവങ്ങളോ ഒക്കെ ആകാം. ഒത്തിരി പണിക്കാരെ 10-20 വർഷമായിട്ട് എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഞാൻ അവരെയൊക്കെ ഇപ്പോൾ ഓർക്കുന്ന ദൈവം വിട്ട മാലാഖമാരായിട്ടൊക്കെയാണ്. നമുക്ക് ചിലപ്പോൾ അതൊന്നും മനസ്സിലാകത്തില്ലായിരിക്കും. ഞാൻ ആ പ്രേമക്കൊച്ചമ്മ അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ ദൂതന്റെ കഥ. അപ്പം പണക്കാരോ പാവങ്ങളോ അയൽവക്കംകാരോ ഒക്കെ നമ്മുടെ മാലാഖമാരായിട്ടായിരിക്കും വരുന്നത്. നമുക്ക് ദേഷ്യവും കോപമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓരോന്ന് സംസാരിക്കും. ഹിന്ദിക്കാർ പറയും ശത്രുക്കളെ നമുക്ക് ആവശ്യമുണ്ടെന്ന് പറയും. അപ്പം ഞാനിപ്പോഴും പറയും, എല്ലാവരോടും ഒന്നും പിണങ്ങിയാലും പെട്ടെന്ന് ഇണങ്ങിയേക്കണം. മനുഷ്യതലത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു പിണക്കവും ഇതുമൊക്കെ വരും, എന്നാലും എല്ലാവരും നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും ഇണങ്ങിയൊക്കെ പോകണമെന്ന് പറയും. പിണക്കമൊക്കെ വരും, എന്നാലും അതൊക്കെ മറക്കണമെന്ന് ഞാൻ ഇപ്പോഴും പറയും. അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോയി. ഞങ്ങൾ ഗവൺമെന്റ് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഗവൺമെന്റ് ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ വീടിന് സൗകര്യമൊക്കെ കുറവായിരുന്നു, ബെഡ്റൂം കുറവായിരുന്നു. പിള്ളേരൊക്കെ വളർന്നു. അപ്പം മോൻ 10ാം ക്ലാസ്സിലായപ്പോൾ ഞങ്ങളും ആഗ്രഹിച്ച് കടയുടെ അടുത്തൊരു വീടാണെങ്കിൽ എനിക്ക് നല്ല സൗകര്യമാണല്ലോ എന്ന് ഞാൻ ഓർത്തു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മെഴുകുതിരി, ഞങ്ങളുടെ അടുത്തൊരു കത്തോലിക്ക പള്ളിയുണ്ട്, അവിടെ പോയി 3 മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കും. 3 ബെഡ്റൂമുള്ള ഒരു വീട് എനിക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കടയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ കടയിൽ മെഴുകുതിരി കത്തിച്ച്, ചിലപ്പോൾ ഞാൻ കത്തിച്ചില്ല, ഹസ്ബൻഡിനോട് പറയും ഒരു 3 മെഴുകുതിരി കത്തിച്ചേക്കണം, നമുക്ക് 3 ബെഡ്റൂമുള്ള നല്ല ബെഡ്റൂം, വലിയ വീട് വേണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്, ചെറിയ വീടൊന്നുമല്ല. അപ്പം PG വർഗീസിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ എപ്പോഴും വലുതേ ചോദിക്കാവുള്ളൂ, ഒന്നും ചെറുത് ചോദിക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് വലിയൊരു വീട്, 3 ബെഡ്റൂമുള്ള ഒരു വീട് വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ വീട് തപ്പി ഞാൻ നടന്നു. ഞങ്ങൾ അപ്പോഴത്തേക്ക് ഗവൺമെന്റ് ഫ്ലാറ്റിൽ നിന്ന് ഷിഫ്റ്റ് ആയിട്ട് കടയുടെ അടുത്ത് ഒരു വാടക വീട്ടിൽ താമസിക്കാം. അപ്പം റെന്റൊക്കെ കൂടിയപ്പോൾ എന്നെ എല്ലാവരും പിന്നെയും വഴക്ക് പറയാൻ തുടങ്ങി, ഒരു വീട് മേടിയില്ല. അങ്ങനെ വീട് മേടിക്കാൻ നടന്നിട്ട് ഞങ്ങളുടെ കടയുടെ ആ ഏരിയ ഒരിച്ചിരി എക്സ്പെൻസീവ് ഏരിയ ആയിരുന്നു. അപ്പം ഒത്തിരി വീട് പോയി കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവസാനം ഒരു വീട് കണ്ട, പക്ഷെ വീടിന് ഭയങ്കര വില, നമ്മുടെ അടുത്ത് പൈസ ഇല്ല, അത്രയൊന്നും എത്തി നോക്കാൻ മേലാത്ത പോലെ പൈസ. ഹസ്ബൻഡിനോട് പറയാൻ തന്നെ എനിക്ക് ഭയങ്കര മടി. അപ്പം ആ വീട് പണിതുകൊണ്ടിരിക്കുക, സ്ട്രക്ചറൊക്കെ പണിത് തീർന്ന് കിടക്കുന്ന സമയം. ഞാൻ രാവിലെ ഞങ്ങളുടെ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പം ഞാൻ ഈ പുസ്തകം വായിച്ചതിന്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ ഈ വീടിന് മുന്നിൽ നിന്ന് പോയി പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് വീട് തരണം, എനിക്ക് ഇവിടെ ഒന്ന് താമസിക്കണം, എനിക്ക് വീട് തരണം കർത്താവേ. ഞാൻ ഇങ്ങനെ ഒരുമാതിരി രാജമ്മ പറഞ്ഞ പോലെ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ വീടിന് മുന്നിൽ പോയി കുറേ ദിവസം പ്രാർത്ഥിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ആ വീടൊന്ന് പോയി നോക്കിയാലോ എന്ന് വെച്ചാൽ. ഹസ്ബൻഡ് ചോദിച്ചു, നമ്മുടെ ഇത്രയും പൈസയ്ക്ക് എവിടെയാ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്കൊരു ലോൺ എടുക്കാം,
ബാക്കി കുറച്ച് കസ്റ്റമേഴ്സിനോടൊക്കെ നമുക്ക് കടം മേടിക്കാം, ലോൺ എടുക്കാം, പിന്നെ കുറച്ച് നമ്മുടെ ഉണ്ടല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പുള്ളിയോട് പറയാൻ തന്നെ എനിക്ക് ഭയമാണ്. ഞാൻ പുള്ളിയോട് ഒരുമാതിരി ഞാൻ ചെന്ന് പറഞ്ഞു, പുള്ളി സമ്മതിച്ചു. അങ്ങനെ പുള്ളിയെ വീട് കൊണ്ട് കാണിച്ചു. പുള്ളി വീട് കണ്ടു. അങ്ങനെ പുള്ളി ഒരു ദിവസം ഞാൻ ബാങ്കിൽ ഞാൻ പോകത്തില്ല ബാങ്കിൽ, നീ പോയി ചോദിക്കും ലോൺ കിട്ടുമെന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ രാവിലെ ഒരു ദിവസം ഹസ്ബൻഡ് എനിക്ക് ഞങ്ങളുടെ ഇൻകം ടാക്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി തന്നു. ഞാൻ അതൊക്കെ ആയിട്ട് ബാങ്കിൽ ഒരു സാധാരണ ചുരിദാറും ഒക്കെ ഇട്ട് ഞാൻ ബാങ്കിലോട്ട് പോവാം. അപ്പം ഡ്രൈവർ പോയ വഴിക്ക് എന്നോട് പറഞ്ഞു, മാഡം ബാങ്കിലെ മാനേജർ ഒരു മലയാളിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം ബാങ്ക് മാനേജർ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഹിന്ദിക്കാർ രണ്ടുപേരുണ്ട്. ഞാൻ ആ കസേരയുടെ പുറയിലായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ബാങ്ക് മാനേജർ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. മലയാളിയാണെന്നൊക്കെ മനസ്സിലായെങ്കിലും മൈൻഡ് ചെയ്തില്ല. പിന്നെ അയാൾ പോകുന്നിടം വരെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അയാൾ വെച്ച് എന്നാന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്കൊരു ലോൺ വേണമെന്ന് പറഞ്ഞു. പിന്നെ അയാൾ എന്നോട് ചോദിച്ചു എത്ര രൂപ ലോൺ വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒരു സാധാരണ ഒരു ചുരിദാർ നോക്കിയിട്ട് ഒരു നമ്മുടെ ടിപ്പിക്കൽ മലയാളി സ്റ്റൈലിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എനിക്കൊരു 1.25 കോടി രൂപ ലോൺ വേണമെന്ന്. അയാൾ എന്നെ ഇങ്ങനെ നമുക്ക് രാവിലെ ഒരു മലയാളി വന്നിട്ട് 1.25 കോടി രൂപ ലോൺ വേണമെന്ന് പറയുന്നത്, നിങ്ങളിങ്ങനെ അന്തം വിട്ട് എന്നെ നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഇതാ ഞങ്ങളുടെ ഇൻകം ടാക്സ് ഡീറ്റെയിൽസ്, നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, HDFC-ക്കാർ തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ഒന്നും പറ, ഞാൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞു വിടാമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് എന്നോടൊന്നും കിട്ടത്തില്ല, എനിക്ക് അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ മടിയാന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അങ്ങനെ പോകാതിരുന്ന. എനിവേ ഞാൻ അപ്പം അയാൾ എന്നോട് അത് കേട്ടപ്പോൾ അയാളെന്നോട് ഇരിക്കാനൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു ചോദിച്ച് പറഞ്ഞു വന്നപ്പം ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം, ആ മനുഷ്യന് വടശ്ശേരിക്കരക്കാരനൊരു മലയാളിയായിരുന്നു. കാനറ ബാങ്കിൽ ജോലി ചെയ്യുന്ന വടശ്ശേരിക്കരക്കാരനൊരു മലയാളി ഞങ്ങളുടെ വീടിനടുത്തുള്ള കാനറ ബാങ്കിലെ മാനേജറായിട്ടിരിക്കുക. അയാൾ എല്ലാം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, നാളെ വാ, ഞങ്ങൾ നാളെ ഹസ്ബൻഡിനെ വിടാം, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഹസ്ബൻഡ് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ 2 OD അക്കൗണ്ടും ഇത് ഒരു 90 lakhs കൂടെ തരാം, അങ്ങനെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അയാൾ ലോൺ തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീടൊക്കെ മേടിച്ചു. അങ്ങനെ ഒത്തിരി പേരുടെ സഹായത്താലാണ് ഞങ്ങൾ വീട് മേടിച്ചത്. അപ്പം അങ്ങനെ ഞങ്ങൾ വീട് മേടിച്ച് കഴിഞ്ഞ് ഞാനൊരു ധ്യാനത്തിന് പോയി. ഞാൻ അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഞാൻ ധ്യാനത്തിന് പോയി തിരിച്ച് ഞാൻ വന്നപ്പോൾ പറഞ്ഞു, ബാങ്ക് മാനേജർക്ക് ട്രാൻസ്ഫർ ആയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് നമുക്കൊരു ഡിന്നർ കൊടുക്കണ്ടെന്ന് ചോദിച്ചപ്പം അന്ന് ഡിന്നർ കൊടുക്കാൻ ചെന്നപ്പം ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞു, 2 വർഷമായിട്ട് ഞാൻ ട്രാൻസ്ഫറിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്കൊരു ലോൺ തരാൻ വേണ്ടിയാണ് ദൈവം എന്നെ ഇവിടെ ഇരുത്തിയതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് അയാളിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ മനുഷ്യൻ ട്രാൻസ്ഫർ ആയിട്ട് നേരെ റാന്നിക്ക് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇന്നും ആ മാനേജർ ഞങ്ങളെ വിളിക്കും. അങ്ങനെ ദൈവം നല്ലൊരു വീട് ഡൽഹിയുടെ മെയിൻ സ്ഥലത്ത് സെൻട്രൽ പ്ലേസ് ഞങ്ങൾക്ക് ദൈവം തന്നു. അങ്ങനെ ഞാൻ അങ്ങനെ വീട് മേടിച്ചു. ഞങ്ങൾ ആ വീട് അങ്ങനെ താമസിച്ചു. പിന്നെ ശക്തനായവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ വീട് മേടിക്കാനും ഇത് ചെയ്യാനൊക്കെ കഴിഞ്ഞു. പിന്നെ അല്പത്തില് വിശ്വസ്തരായവരെ ദൈവം അധികത്തില് വിശ്വസ്തരാക്കുന്നു എന്നൊക്കെ എനിക്കിപ്പം പറയാൻ കഴിയുന്നുണ്ട്. പിന്നെ മോൻ്റെ കഥ ഇനി ഞാൻ പറയാം. മൂത്ത മോൻ്റെ കഥയിലോട്ട് ഞാൻ തിരിച്ചു വരാം. മൂത്ത മോൻ അങ്ങനെ 10ാം ക്ലാസ്സിൽ അത്യാവശ്യം മാർക്കൊക്കെ മേടിച്ച് അവന് ജയിച്ചു. 11, 12 അവന് വിത്തൗട്ട് മാത്സ് അവന് +1 +2 ചേരുന്നു. +1 ചേർന്നു. അങ്ങനെ വിത്തൗട്ട് മാത്സ് കൊമേഴ്സ് എടുത്ത് അവൻ ചേർന്നു. അങ്ങനെ അവൻ 65% മേടിച്ച് അവന് +2 പാസ്സായി. ഇന്ന് ഞാൻ എൻ്റെ എല്ലാവരോടും പറയും, നോർമൽ പിള്ളേരുടെ 98% ഈക്വൽ ടു അവൻ്റെ 65%. ഞാൻ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ സന്തോഷിച്ച ഒരു സമയമായിരുന്നു ഈ 65% മേടിച്ച് അവൻ പാസ്ഔട്ടായി. അങ്ങനെ പാസ്ഔട്ടായപ്പോൾ ഞങ്ങൾക്ക്, എൻ്റെ ഹസ്ബൻഡിന് ഒരു ആഗ്രഹം, അവനെ ഡൽഹി യൂണിവേഴ്സിറ്റി ചേർക്കണമെന്ന്. BComന് വിത്തൗട്ട് മാത്സുകാർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാത്ത ഒരു സമയമാണ്. അപ്പം അവന് അഡ്മിഷൻ കിട്ടുകയില്ലെന്നും പറഞ്ഞ് ഞങ്ങളിരിക്കുക. BCom പാസ് കിട്ടും, BCom ഓണേഴ്സ് കിട്ടത്തില്ല വിത്തൗട്ട് മാത്സ്. അപ്പം അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് റൂൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ബിരുദ കോഴ്സുകളെല്ലാം 4 വർഷമാക്കും, അതുകൊണ്ട് മാത്സ് ഇല്ലാത്ത പിള്ളേർക്ക് അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ മാത്സ് ഇല്ലാതെ തന്നെ കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്നൊരു സാഹചര്യം വന്നു. അപ്പം ഞാൻ ഇവന് മാത്സ് ഉള്ള സബ്ജക്റ്റ് എങ്ങനെ പഠിക്കും എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അവന് മാത്സിന്റെ അഡ്മിഷൻ കിട്ടി. സെക്കൻഡ് സെമസ്റ്ററിൽ മാത്സ് ഉള്ള സബ്ജക്റ്റിന് എല്ലാം അവൻ തോറ്റുപോയി. ഞാൻ പറഞ്ഞു, കൊറിയയുടെ BCom പഠിത്തം ഇതോടുകൂടി അവസാനിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പം
ഇവന്റെ സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോഴത്തേക്ക് BJP ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് മാറി. അന്നാണ് BJP അധികാരത്തിലോട്ട് കയറി വരുന്ന സമയം വന്നപ്പോൾ BJP ഗവൺമെന്റ് പറഞ്ഞു തിരിച്ച് 3 വർഷത്തെ കോഴ്സ് കൊണ്ടുവരും, അതുകൊണ്ട് ഞങ്ങള് ഈ തോറ്റ പിള്ളേരെ എല്ലാം ജയിപ്പിച്ചു വിടുവാന്ന് യൂണിവേഴ്സിറ്റിയും പറഞ്ഞു. അങ്ങനെ അവൻ മറ്റുള്ള സബ്ജക്റ്റിന് മാർക്ക് ഉണ്ടായിരുന്നത് ഇവനെ ജയിപ്പിച്ചു വിട്ടു. അപ്പോഴും ഞാൻ ഓർത്ത് ഇവനെ എങ്ങനെ BCom പാസ്സാകും, എങ്ങനെ BCom പാസ്സാകും എന്നൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുക. അപ്പം ആ നാളിൽ ഇവൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഇവന്റെ കോളേജിൽ ഇവന്റെ കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കൻ, ഒരു പയ്യൻ ഒരു ആക്സിഡന്റ്, ഒരു ലക്നൌവിൽ നിന്നുള്ള ഒരു ചെറുക്കൻ, അവനൊരു ആക്സിഡന്റ് ആയിട്ട് നടുവിന് താഴോട്ട് തളർന്നു പോയപ്പോൾ അവൻ എന്നോട് അമ്മ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ ആക്സിഡന്റ് ആകും, അപ്പം ഞാൻ പറഞ്ഞിട്ട് ഞാനിവിടെ വരാം, ഞാനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഇവന്റെ കൂട്ടത്തിൽ കാണാൻ പോയി. അങ്ങനെ കാണാനായിട്ട് ഞാൻ അവിടെ ചെന്ന് അവനോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കും. എനിക്കും അവനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം. അവന് കോളേജ് സ്കൂൾ ടോപ്പർ, ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് അല്ല ടോപ്പറും സ്റ്റേറ്റ് പ്ലെയറും ആയിരുന്നു ക്രിക്കറ്റ്. കാണാൻ ഒരു 6 അടി പൊക്കം, 6 അടി കൂടുതൽ പൊക്കമുള്ള ഒരു സ്മാർട്ട് ഒരു പയ്യൻ, കണ്ടാൽ നമ്മൾ ഒരിക്കലും സഹിക്കത്തില്ല. അതുപോലെ ഞാൻ ആ പയ്യനെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അങ്ങനെ സംസാരിച്ച് എൻ്റെ പേരൻസുമായിട്ടൊക്കെ സംസാരിച്ച്, അമ്മയുണ്ട് കൂട്ടത്തിൽ, അമ്മയും ഒരു സഹോദരനും ഉണ്ട്. അങ്ങനെ സംസാരിച്ചപ്പം ഞങ്ങൾ പറഞ്ഞു പരീക്ഷക്കാലം വരുമ്പം അപ്പം ഞങ്ങളുടെ കടയിൽ ഒരു ഗസ്റ്റ് റൂം ഉണ്ട്, അപ്പം ഞങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് താമസിച്ച് ഇവിടെ ഒന്നിച്ച് അതിലൊക്കെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഞങ്ങളുടെ കടയിലോട്ട് ഇവന് ഇവിടുത്തെ റൂമിലോട്ട് ഇവനെ എടുത്തോണ്ടാ റൂമിലോട്ട് കയറ്റുന്നതും ഇറക്കുന്നതും ഒക്കെ. അങ്ങനെ അവൻ ഇരുന്ന സമയത്ത് ഈ എൻ്റെ മോനെ അവന് പഠിപ്പിക്കും. അവന് ഈ ഹിയറിംഗ് ഇമ്പയർഡ് പിള്ളേർക്കുള്ള ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് ടീച്ചർ പറയുന്നത് വ്യക്തമായ രീതിയിൽ എപ്പോഴും മനസ്സിലാകത്തില്ല. ഇപ്പം ക്രച്ചസ് വെച്ച് നടക്കുന്ന ഒരാൾക്ക് നോർമൽ ആൾക്കാരെ പോലെ നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഹിയറിംഗ് എയ്ഡ് വെച്ച് ഒരാൾക്ക് വ്യക്തിക്ക് നോർമലായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല, അതുപോലെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിൽ ട്യൂഷനും ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരാൾ അതുപോലെ എല്ലാം പറഞ്ഞു കൊടുത്താൽ, അല്ലെ അതുപോലെ നല്ല വായിക്കുക ഹാർഡ് വർക്ക് ചെയ്യുന്നവരൊക്കെ അങ്ങ് കയറിപ്പോവും. അപ്പൊ ഇവനിങ്ങനെ ആൺപിള്ളേരല്ല, അവനിങ്ങനെ ഇതായിരുന്നു. അപ്പൊ അങ്ങനെ അവന് BComന് കയറി കഴിഞ്ഞ് ഈ പയ്യന് 1 മാസം പരീക്ഷ ആവാൻ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഇവനെല്ലാം പറഞ്ഞു കൊടുക്കും. അല്ലാതെ ഇവന് ട്യൂഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം പോയി ഈ പഠിപ്പിച്ചു. ഇവനെ സഹായിക്കാനായിട്ട് ദൈവം വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവൻ കുഞ്ഞായിരുന്നു ഇപ്പോഴും തലയെ കൈവച്ച് ഞാൻ കർത്താവ് ശാമൂലിനെ പോലെ ഇവന് ബുദ്ധി കൊടുക്കണം, ദൈവത്തെ അറിയുന്നവനാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ്. അപ്പൊ എൻ്റെ ഒരു ആന്റി പറഞ്ഞു തന്നായിരുന്നു, ഇങ്ങനെ നീ പാല് കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തന്നാൽ ഞാൻ ഇപ്പോഴും തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങൾ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് 2 മക്കളുടെ തലയിലും കൈവച്ച് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളോടൊക്കെ പറയാനും പിള്ളേരെ കുറിച്ചൊക്കെ വിഷമിക്കുന്നവരും ഇതൊക്കെ ഉള്ളവര് പിള്ളേരെ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ പോയി ഒന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഈ ഗ്രൂപ്പിൽ കുഞ്ഞുമക്കളുള്ളവരും വലിയവരുടെ ആണെങ്കിലും വേണ്ടിയില്ല, അവരറിയാതാണെങ്കിലും ഇടയ്ക്ക് ഒന്ന് തലയിലൊക്കെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തുടക്കത്തിൽ ഒരു ആന്റി പറഞ്ഞു തന്നതും പ്രകാരം ഞാൻ അങ്ങ് പ്രാർത്ഥിക്കും, ശാമുലിനെ പോലെ ബുദ്ധി കൊടുക്കണം. അന്ന് ഞാൻ ഈ വലിയ ബൈബിൾ നോളജ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ അതങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ പയ്യൻ അവന് പേര് ഷാമുവേൽ എന്നായിരുന്നു. ഈ ആക്സിഡന്റ് ആയിട്ട് വന്ന കുറിയായുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് കുറിയായുടെ ക്ലാസ്സിൽ പഠിച്ച് ഈ പയ്യന്റെ പേര് ഷാമുവേൽ എന്നായിരുന്നു. കുറിയായ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഷാമുലിനെ പോലെ ബുദ്ധി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൈവ സ്വർഗത്തിൽ നിന്ന് അല്ല ലക്നൌവിൽ നിന്ന് ഷാമുൽ എന്നൊരു പയ്യനെ അവന്റെ സഹായത്തിന് വേണ്ടി അയക്കുന്നു. അവൻ BCom നല്ല രീതിയിൽ കുറിയ അങ്ങനെ പാസ്സായി. അപ്പം ഇവന് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പറയും, 10ാം ക്ലാസ് പാസ്സാകാൻ മതി, 12ാം ക്ലാസ് 10 കഴിഞ്ഞപ്പോൾ ഞാൻ 12 പാസ്സാകുക. ഡിഗ്രി ആയപ്പോൾ ഞാൻ അവനോട് നീ ഡിഗ്രി പാസ്സാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ചോദിച്ചമ്മ എല്ലാരും പറഞ്ഞു, ഡിഗ്രി PG ഒന്നും ഇല്ലെങ്കിൽ ഒരു ജോലിയൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അല്ല, പെണ്ണിനെ കിട്ടത്തില്ല. അപ്പം 18 വയസ്സായപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ ഇവനൊരു പെണ്ണിനെ കിട്ടണം. നോർമലായിട്ടുള്ള പിള്ളേർക്ക് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കിട്ടാൻ പ്രയാസമുള്ളപ്പോൾ ഇവന് ഇവിടെ നിന്ന് ഒരു പെണ്ണിനെ കിട്ടുമെന്നൊക്കെ എനിക്കൊരു ആദ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 18 വയസ്സായപ്പം പതുക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് ഇവനൊരു നല്ലൊരു പെണ്ണിനെ നീ ഒരുക്കിക്കോണോന്നൊക്കെ ഞാൻ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കും. അപ്പൊ എൻ്റെ മമ്മിയൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു, എടി ഇങ്ങനൊന്നും പറയല്ലേ, നീ പ്രാർത്ഥിക്കൊന്നും പ്രാർത്ഥിക്കണ്ട. ഞാനങ്ങ് പ്രാർത്ഥിക്കും. അങ്ങനെ അവന് PG കഴിഞ്ഞ് 23 വയസ്സായപ്പം ഞാൻ ഓരോരുത്തരോടൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി, കുഞ്ഞിന് ഒരു കല്യാണം, ഒരു പെണ്ണ് വേണം. അപ്പം ഞാനും ബിസിനസ്സൊക്കെ ചെയ്ത് ഒരിച്ചിരി ഇതായിട്ടിരിക്കാൻ, ഞാൻ ഒത്തിരി പെൺകൊച്ച് വന്നു കഴിഞ്ഞാൽ എനിക്കും ഒരു സഹായമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ ഒരു അവൻ ആദ്യം ഒരു കല്യാണം വന്നു, അതൊന്ന് മാറിപ്പോയി. 23 വയസ്സ് മാറിപ്പോയി. രണ്ടാമതൊരു കല്യാണം
അങ്ങനെ രണ്ടാമത്തെ കല്യാണം വന്നു. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇഷ്ടപ്പെട്ടു. 24-ാമത്തെ വയസ്സിൽ അവൻ്റെ കല്യാണം കഴിയുക എന്ന് പറഞ്ഞാൽ പഠിത്തം കഴിഞ്ഞ ഉടനെ ഓൾമോസ്റ്റ് അവൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും പറയും, നമ്മൾ എല്ലാം ദൈവത്തോട് മുന്നമേ ഓർത്തോർത്ത് ചോദിച്ചൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ കല്യാണം എന്തായാലും, ജോലിയായാലും കല്യാണമായാലും വീടായാലും എല്ലാം നമ്മൾ നേരത്തെയൊക്കെ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നേരത്തെ സ്വർഗത്തിൽ അവിടെയും ക്യൂ ആയിരിക്കും. നേരത്തെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ അവിടെ ഇതായിട്ടിരിക്കും എന്തോ. എനിവേ അങ്ങനെ 24-ാമത്തെ വയസ്സിൽ അവൻ്റെ കല്യാണം കഴിഞ്ഞു. അവന് ആ സമയത്ത് സ്റ്റാഫ് സെലക്ഷൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അവന് ചെന്നൈയിൽ കസ്റ്റംസിൽ തന്നെ ഒരു പോസ്റ്റിംഗ് വന്നു. പക്ഷെ ചെന്നൈയിലായ കാരണം ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഞങ്ങൾ ആ പോസ്റ്റിംഗ് എടുത്തില്ല. അങ്ങനെ ആ ജോലി എടുത്തില്ല. ഇനി 40 വയസ്സ് വരെ പരീക്ഷ എഴുതാൻ ഇനിയിപ്പം എഴുതണമെന്ന് പറഞ്ഞിരിക്കുക. ഇന്നിപ്പം അവന് 31 വയസ്സായി. ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, രൂത്തിൻ്റെയും നവോമിയും പോലെ എനിക്ക് ജീവിക്കണം. അതുപോലൊരു നല്ല മരുമോളെ വഴക്കൊന്നും ഉണ്ടാക്കാതെ ഞങ്ങൾ എൻ്റെ ഒരു സന്തോഷത്തോടെ പോകുന്ന ഒരു മരുമോളെ കിട്ടണം. എനിക്ക് പെൺപിള്ളേരില്ലാത്ത കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ റേച്ചൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ചിലപ്പം പറയും എൻ്റെ ആൺപിള്ളേരെക്കാളും നല്ലത് എൻ്റെ റേച്ചലാണെന്ന് പറയും. നല്ല ഞങ്ങൾ രൂത്തുന്ന ഭൂമിയും പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ വളരെ വൈബിലാണ് പോകുന്നത്. ഇന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മയെ ഞാൻ അടിക്ക് നല്ലതായിട്ട് പറഞ്ഞേക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ടാ പോയി. അത്രയ്ക്ക് ഞങ്ങൾ തമ്മിലൊരു വൈബുണ്ട്. എന്നെ വന്നെല്ലാം പറഞ്ഞൊക്കെ തന്ന് ധൈര്യമൊക്കെ പെടുത്തിയിട്ടാണ് അവള് പോയത്. അങ്ങനെ 24-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. ഇന്ന് 3.5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. വളരെ സന്തോഷമായിട്ട് അവർ പോകുന്നു. ഇനിയും നമ്മുടെ ഗ്രൂപ്പിൽ രാജമ്മ പറഞ്ഞ പോലെ രാജനച്ഛൻ്റെ ദൈവത്തെ അറിയുന്നവനായി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം രാജമ്മയുടെ പറഞ്ഞ പോലെ അവന് കൊളംബിയച്ചൻ്റെ എല്ലാ മെസ്സേജുകളും അവന് പോസ്റ്റൊക്കെ ചെയ്യും. യാതൊരു മടിയില്ലാതെ ചിലപ്പോഴൊക്കെ കുഞ്ഞിനെ ഉറക്കുന്ന കൂട്ടത്തിൽ ഇവന് ഉറങ്ങിപ്പോകും. അപ്പോഴത്തേക്ക് രാവിലെ ഒത്തിരി ജ്യൂസി മെസ്സേജ് ഇട്ടില്ല എന്ന് പറയും. അപ്പം അവൻ രാവിലെ എങ്ങനെയായാലും എപ്പോഴേലും ഒക്കെ ഇടും, മെസ്സേജ് ഇടുന്നുണ്ട്. റെഗുലർ അല്ലെങ്കിലും ദൈവം സഹായിച്ച് അവന് ഇടുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നു, പിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ബലം ഇന്നും എൻ്റെ കർത്താവിലായിരുന്നു. യവനകാലത്ത് എൻ്റെ സിസ്റ്റാറിനെ അറിഞ്ഞ് ഇന്ന് ഈ വാർദ്ധക്യത്തിലോട്ട് പ്രവേശിക്കുന്ന ഈ സമയത്തും എനിക്ക് ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എനിക്ക് മുന്നേ നിൽക്കാൻ, ഇന്ന് ഈ ഗ്രൂപ്പിനോടൊരു സാക്ഷ്യം പറയാനായിട്ട് ഇടയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാക്ഷ്യമൊക്കെ ഒന്ന് നേരത്തെ പറയണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും ധൈര്യം ഉണ്ടായിരുന്നില്ല. 2 വർഷം മുമ്പ് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ ഈ ബിസിനസ് ചെയ്തൊക്കെ മടുത്തു, ഇനിയും എനിക്ക് എന്തെങ്കിലും ഒരു ദൈവം ഇനി എനിക്കൊരു മേഖല തരണം. ആക്ച്വലി ഞങ്ങൾ താമസിക്കുന്ന ഡൽഹിയിലെ എല്ലാ സ്ഥലത്തും പ്രയർ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് ഒരു പ്രയർ മീറ്റിങ്ങില്ല. അപ്പം ഞാനൊക്കെ ഒരു ഓൺലൈൻ പ്രയർ മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു. അങ്ങനെ ഞാനിപ്പോഴും പ്രാർത്ഥിക്കും. അപ്പം ഞാനൊരു ധ്യാനിപ്പിക്കുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന്. അപ്പം അച്ഛൻ എന്നോട് കളിയാക്കി പറഞ്ഞു, നീ എന്നാ ഇവിടെ വന്നിരിക്കും, ഞാൻ പോയി നിന്റെ ബിസിനസ് ഒക്കെ ചെയ്യാൻ ആൾക്കാരെ ധ്യാനിപ്പിക്കുകയും. ഒരു കുറ്റിക്കൽ അച്ഛനെന്ന് ആകാശപറവയുടെ ഒരു അച്ഛനായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ എന്നാ ഞാൻ നിന്റെ ബിസിനസ് ഒക്കെ ചെയ്യാം, നിങ്ങളൊക്കെ ചെയ്താലല്ല ഞങ്ങൾക്ക് ഇച്ചിരി പൈസ ഒക്കെ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ദൈവം നിന്നെ ഏൽപ്പിച്ച ജോലി നീ സന്തോഷമായിട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു. അച്ഛൻ എന്നെ ശരിക്കും പറഞ്ഞാൽ വഴക്ക് പറഞ്ഞു വിടുമായിരുന്നു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അധികം ഒന്നും ചിന്തിച്ചില്ല. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഈ PG വർഗീസ് എന്ന് പറഞ്ഞ അങ്കിളിന്റെ ആന്റി ലില്ലി ആന്റി ഞാനുമായിട്ട് എനിക്കൊരു മെന്റർ പോലെ അമ്മയുടെ സ്ഥാനത്താണ്. അപ്പം ലില്ലി ആന്റിയോട് ഞാൻ ഇങ്ങനെ പറയാം, ലില്ലി ആന്റി എവിടെയില്ല മുമ്പ് എന്നെ കൂടെ കൊണ്ടുപോകണം. അവര് ഇവാഞ്ചലിസ്റ്റാ, ഇച്ചിരി ബെന്തിക്കോസാ. പക്ഷെ 33 വർഷമായിട്ട് ഞാൻ അവർ പരിചയമുണ്ട്. എന്നോട് ഇന്ന് വരെ അവർ ബെന്തിക്കോസ് വരണമെന്ന് അവരെന്നോട് പറഞ്ഞിട്ടില്ല. ഞാനൊട്ട് പോയിട്ടുമില്ല. മാതാവില്ലാത്തടത്തും കുർബാന ഇല്ലാത്തടത്തും പോകത്തില്ല. മൾട്ടി വിറ്റാമിൻ എടുക്കുന്ന പോലെ അല്ലെ നമ്മളെ ഒരു നല്ലൊരു റിലേഷനിൽ അമ്മയുടെ സ്ഥാനത്തൊന്നും എനിക്ക് ഉപദേശം പറഞ്ഞു തന്നവര് അങ്കിളും ആന്റിയാണ് അവര്. അപ്പം ഞാനിങ്ങനെ പറയും, ലില്ലിയാൻറ്റി എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഇനി എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഞാൻ ലില്ലിയാൻറ്റിയുടെ കൂട്ടത്തിലൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ പറയും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോട് കർത്താവെ എനിക്കൊരു മേഖല തരണം, കർത്താവെ ഒരു മേഖല തരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു, ഞാൻ ബിസിനസ് ഇട്ടിട്ടാണെങ്കിലും കർത്താവെ ഞാൻ നിന്റെ പുറകെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2019 ഞാൻ ഒരു ബൈബിൾ എഫാത്ത ബൈബിൾ റീഡിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു വർഷം ഞാൻ ഇടയ്ക്ക് വായിച്ചില്ല. കഴിഞ്ഞ വർഷം വീണ്ടും ഞാൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിക്കാൻ തുടങ്ങി ഒക്ടോബർ 1 അവരുടെ തുടങ്ങുന്നത്. അങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഇത് തോന്നി, പള്ളിയിലെ കുറച്ചുപേർ കൂടി ഒന്ന് വായിച്ചാലോന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ ഞങ്ങളുടെ സന്തോഷച്ചനാണ് പള്ളിയിലെ സന്തോഷച്ചനോട് സന്തോഷിച്ചൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, നമുക്ക് തുടങ്ങാൻ ജോസേൻ്റി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ
ബൈബിൾ റീഡിംഗ് ഗ്രൂപ്പ് തുടങ്ങാനുള്ള ഇത് ഒക്കെ തുടങ്ങി. എനിക്ക് തോന്നുന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഒരു വചനം പറയാനുള്ള ഒരാളെ നോക്കാമെന്ന് പറഞ്ഞ് കൊളമടയച്ചനെ ഒന്ന് അപ്രോച്ച് ചെയ്തു. അപ്പം കൊളമടയച്ചൻ എനിക്ക് തോന്നുന്നു ഒന്നും ചിന്തിച്ചൊന്നുമില്ല ജോസി. അപ്പൊ അമ്മായിയും കൊളമടയച്ചനുമായിട്ടുള്ള ബന്ധം 33 വർഷത്തെ ബന്ധമാണ്. ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അമ്മായിയും അച്ഛനും ഉണ്ട്. അന്നത്തെ അമ്മായി ഞാനുമായിട്ട് വളരെ ഹൃദയബന്ധമുള്ള ആളാണ്. അപ്പം അമ്മായിയോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, അച്ഛനെ ജോസി തന്നേക്കാം. എനിക്കിപ്പോ തോന്നുന്നു അച്ഛനൊന്നും ചിന്തിക്കാതാണോ അന്നേരം പെട്ടെന്ന് പറഞ്ഞതാണോ, അല്ലെങ്കിൽ അച്ഛൻ ഇത്രയും വലിയ റിസ്ക് എടുക്കുമായിരുന്നു എന്നൊക്കെ ഞാൻ അത് കഴിഞ്ഞിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. എനിവേ അച്ഛന് പനി വന്ന ആശുപത്രി കിടന്നത് പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് മെസ്സേജ് തന്ന അച്ഛന് ഈ സമയം ഞാൻ ഓർക്കുന്നു. അമ്മായിയാണെ നമ്മുടെ ഗ്രൂപ്പിൽ ഒത്തിരി പേരെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇമ്മാനുവൽ ബൈബിൾ റീഡിംഗ് ഗ്രൂപ്പും സെന്റ് മേരീസ് ബൈബിൾ റീഡിംഗ് ഗ്രൂപ്പും അങ്ങനെ ഇമ്മാനുവൽ ഗ്രൂപ്പ് 1, 2 അങ്ങനെ ദൈവം നമ്മുടെ ഗ്രൂപ്പിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് ഇന്ന് നടത്തുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങാനും ദൈവം സഹായിച്ചു. ഞാൻ പറഞ്ഞു ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. എൻ്റെ ബലം എന്നും കർത്താവിലായിരുന്നു. ശക്തനായവൻ മുഖാന്തരം സകലത്തിനും മതിയായവന്. ഇതിനിടയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും ഒക്കെ ദൈവത്തിൻ്റെ ഒരു ബലവും കരുതലും ഒക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം ഓവർകം ചെയ്ത് എനിക്ക് ഇവിടം വരെ വരാൻ സാധിച്ചു. ഞാൻ ഇങ്ങനൊരു സാക്ഷ്യമൊന്നും പറയാനുള്ള കഴിവൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മോളിപ്പോൾ എന്നോട് അമ്മ മര്യാദയ്ക്ക് പറഞ്ഞു, അമ്മ മിടിക്കുക, അമ്മയ്ക്ക് എല്ലാം പറയാൻ പറ്റും. എല്ലാവരും ഇന്ന് ആദ്യമേ എന്നെ കളിയാക്കി പറഞ്ഞു, ജോസിയുടെ സിനിമയിൽ നിന്ന് ഇറങ്ങുമെന്ന് എന്നെ കളിയാക്കിയിട്ടാണ് പോയത്. എനിക്കൊരു ധൈര്യമില്ല. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ഇത്രയെങ്കിലും പറയാൻ എനിക്ക് കഴിഞ്ഞത്. അല്ലാതെ എൻ്റെ കഴിവോ മിടുക്കോ ഒന്നും അല്ല. അപ്പം ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ, നമുക്ക് വീടില്ലെങ്കിൽ, ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ എടുത്തുപയോഗിക്കും. ദൈവത്തിന് വിളവധികം വേലക്കാർ ചുരുക്കം. ദൈവത്തിന് നമ്മളെ പോലുള്ള ആൾക്കാരെ ആവശ്യമുണ്ടെന്നുള്ളൊരു ഓർമ്മ ഇപ്പോഴും വേണം. പാട്ടുകാരൻ പറയുന്നത്, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമ മഹത്വത്തിനായി തീരാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അപ്പം ആരും വീട്ടിൽ, ഞാൻ എൻ്റെ കൊച്ചിന് ഹിയറിംഗ് എംപേർഡായിരുന്നു, രണ്ടാമത്തെ മോന് ഡൗൺ സിൻഡ്രോം ആയിരുന്നു. റേച്ചലിനോട് ഞാൻ ഇടയ്ക്ക് ചോദിക്കും, നിനക്ക് അച്ചാച്ചന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ട്? റേച്ചൽ ഇപ്പോഴും എന്നോട് പറയും, അമ്മ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അമ്മ എന്ന് പറയും. അപ്പം മക്കളെ കല്യാണം കഴിക്കാനായിട്ട് മക്കൾക്ക് പെൺപിള്ളേരെ കിട്ടുന്നില്ല, പെൺപിള്ളേർക്ക് ആൺപിള്ളേരെ കിട്ടുന്നില്ല. അതൊക്കെ നമ്മൾ കർത്താവിൻ്റെ മുന്നിൽ പോയിരുന്ന കുറച്ചൊക്കെ പിടിച്ച് മേടിച്ചുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ഇതൊക്കെ വരും. കർത്താവിനോടല്ലാതെ വേറെ ആരോടാ നമ്മൾ ഇതൊക്കെ ചോദിക്കുന്നത്? നമുക്ക് വേറെ ഒരു മോനൊരു കല്യാണം വേണമെങ്കിലോ ഒരു ജോലി വേണമെങ്കിലോ അല്ലെ ഇതൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പം വീട്ടുകാരോടൊക്കെ പറഞ്ഞാൽ നടക്കും. അത് കർത്താവിനോട് മാത്രം പറഞ്ഞാലല്ല നടക്കത്തുള്ളൂ. അപ്പം പോയി കുറച്ചൊക്കെ നമുക്ക് കരഞ്ഞ് ചോദിക്കണം. പിന്നെ ഞാനിപ്പം ഗ്രൂപ്പ് തുടങ്ങുമ്പോഴും എല്ലാ കാര്യത്തിലും ഞാൻ ദൈവത്തോട് ഇങ്ങനെ ഇപ്പോഴും സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം ഇപ്പം ഗ്രൂപ്പ് തുടങ്ങിയാണ് എന്തെങ്കിലും സംശയം വരുമ്പോൾ ഞാൻ പറയും, കർത്താവ് ഈ ഗ്രൂപ്പിന്റെ മേലെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരണം. അപ്പം എന്ത് ചെറിയ കാര്യമാണ്, ഞാൻ കടയിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ചിലപ്പോൾ സാരിയൊക്കെ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു, കർത്താവെ മാച്ചിങ് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ ബുദ്ധി പറഞ്ഞതാ, പരിശുദ്ധാത്മാവെ ബുദ്ധി പറഞ്ഞ. ഞങ്ങളുടെ കടയിൽ അങ്ങനെ മെഴുകുതിരി കത്തിയിലും അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ കടയിലോട്ട് കയറുമ്പോൾ പറയും, കർത്താവെ എനിക്ക് കഴിവില്ല, കൃപയാണ്, ബലമല്ല, ദയയാണ്. അപ്പൊ അതും പറഞ്ഞുകൊണ്ട് ഞാൻ കയറും. നിന്റെ പരിശുദ്ധാത്മാവിനെ തന്നെ നിന്റെ രക്തത്തിൽ പൊതിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കടയിലോട്ട് ചെല്ലുന്നത്. അല്ലാതെ എനിക്കിന്നും ഒരു കഴിവും ഇല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. മലയാളത്തിൽ എക്കണോമിക്സ് പഠിച്ച് പാസ്സായ ആളാണ് ഞാൻ. മോന്റെ ഇതില് ഞാൻ പോയി സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനൊക്കെ ചേർന്ന, എന്നിട്ടും അത്രയൊന്നും പറയാൻ മേലാത്ത, അത്യാവശ്യം ഗ്രാമറൊന്നും ഇല്ലാതാണെങ്കിലും ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ച് ഇന്ന് അത്യാവശ്യമൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും. അങ്ങനെ ദൈവം നിറവും മണവും ഒന്നും ഇല്ലാത്ത ജോസിയെ, വെച്ചുച്ചിറ എന്ന ഗ്രാമത്തിൽ കിടന്ന ജോസിയെ ഡൽഹി കൊണ്ടുവന്ന് എൻ്റെ അതിരുകളെ, എബിഎസിന്റെ പ്രാർത്ഥന പോലെ എൻ്റെ അതിരുകളെ വിശാലമാക്കി തന്ന ഒരു ദൈവമാണ് എന്നെ ഇത്രത്തോളം നടത്തി. ഇന്ന് ഗ്രൂപ്പിന്റെ മുന്നിൽ ഞാൻ ആദ്യമായിട്ടൊരു സാക്ഷ്യം പറഞ്ഞത്. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പക്ഷെ ഞാൻ ഇത്രയും പോലും പറയുമെന്ന് ഓർത്തില്ല. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞത്. ഞാനിതൊക്കെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.